17-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1:3 കണ്ടിന്യൂഷനാണ്. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിന്റെ കണ്ടിന്യൂഷന്റെ 4-ാമത്തെ ക്ലിപ്പിൽ നമ്മൾ വന്നിരിക്കുക. വായിച്ചോട്ടെ. എന്റെ പ്രാർത്ഥനയിൽ എന്ന് പറഞ്ഞ് വായിച്ചു. ശ്രദ്ധിക്കും. ആ അപ്പോ എഫേസ്യയിലെ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക കൃപാവരം ദൈവം കൊടുക്കണമെന്ന് കുറിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ പ്രധാന പ്രാർത്ഥന, ഇത് വർഷങ്ങളായി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിൽ എഴുതിയിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും സ്പിരിറ്റ്, ആത്മാവ്. എന്തൊക്കെ ആത്മാവുണ്ടെന്നറിയോ ലോകത്തിൽ? കള്ളത്തിൻ്റെ ആത്മാവുണ്ട്, ചതിയുടെ ആത്മാവുണ്ട്, വഞ്ചനത്തിൻ്റെ ആത്മാവ്, പാപം ചെയ്യുന്ന ആത്മാവുണ്ട്, നുണ പറയുന്ന ആത്മാവുണ്ട്, അവിടെ ഇവിടെ വന്ന് ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ട്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ട്. എഫേസ്യയിലെ വിശ്വാസികൾ നല്ല മനുഷ്യരാണ്, നല്ല ആത്മീയ തറവുള്ളവരാണ്. പക്ഷേ അവർക്ക് എന്തു വേണം? ജ്ഞാനത്തിൻ്റെയും ആത്മാവ്, വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങൾ അവരുടെ സ്വത്രാഴ്ച മേടിച്ച് ഭക്ഷിച്ചോ? നിങ്ങൾ അവർക്ക് തരുന്നതൊക്കെ, അവർ നിങ്ങൾക്ക് തരുന്നതൊക്കെ നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചോ? ഒരു വിരോധവുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങളാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതൊരു വെല്ലുവിളിയാണ്. ആളെ കൂട്ടാനായിട്ടും പിന്നെ പല ചെപ്പടി വിദ്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടല്ലോ. അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾക്ക് വേണ്ടി ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അതൊരു ആത്മാവാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വെളിപ്പാടിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവ്, എല്ലാം ആത്മാവായിട്ട് നമുക്ക് ദൈവം തരും. ആ ആത്മാവ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഊഷ്മളമായ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വെളിപ്പാടിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, ആർദ്രതയുടെ ആത്മാവ്, കരുണയുടെ ആത്മാവ് ആരിലുമില്ല. അടുത്ത എന്താണ്? ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ അവിടെ നിൽക്കട്ടെ. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അയ്യോ, ഇതൊരു ഭയങ്കര സബ്ജക്റ്റാണ്. നമ്മുടെ ഈ ആക്ഷരിക ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ കാണുന്നത് എന്താണ്? ലോകത്തിലെ കാര്യം. ശ്രദ്ധിച്ചോണേ. ഹലോ ഫ്രാൻസിസ്, ഈ ഹൃദയദൃഷ്ടി, ഈ കാണുന്ന ആക്ഷരിക ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ കാണുന്നത്, എവിടെ ചാളയുണ്ട്, എവിടെ മീനുണ്ട്, അല്ലേ? പൊലപ്പ് കണ്ടാൽ മീനുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പൊലപ്പ്, അതായത് വെള്ളത്തിൻ്റെ പുറത്ത് ഈ മീൻ വന്നിങ്ങനെ ഒരു അരയടി പൊക്കത്തിൽ മീൻ താഴെ വന്ന് മീൻ നിൽക്കുമ്പോൾ മീൻ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും, അല്ലേ? ആ പിടപ്പിനെ അവർ പറയുന്ന പേരാണ് പൊലപ്പ്. എനിക്കറിയത്തില്ല, ഞാൻ 3 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം അതാ ഈ ആശ്ചര്യ കണ്ണുകൊണ്ടാണ് കാണുന്നത്. ആ പൊലപ്പ് കണ്ടാൽ എന്ത് ചെയ്യും? മീനുണ്ട്. 3-4 വള്ളക്കാർ ചേർന്ന് വട്ടത്തിൽ വലയടിച്ച് അവരെല്ലാം അകത്താക്കി അവർ കൊണ്ട് ലഭിക്കും. നല്ല കാര്യം, നല്ല കാര്യമാണ്. പക്ഷേ ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും സ്വർഗീയമായ കാര്യങ്ങൾ കാണണമെങ്കിൽ ഹൃദയ കണ്ണ് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാലേ ദൈവികമായ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സ്വർഗീയമല്ലേ? മങ്ങാൻ വിടുവോ? നമ്മള് മങ്ങാൻ വിടുവോ? ചായ ഓയ്, മങ്ങാൻ വിടുവോ? കുറച്ച് കൂടുതൽ കാഴ്ച കാണല്ല ഇപ്പൊ ഫോണിൽ. എത്തിക്കൊണ്ടാ പറയണേ. അത്യാവശ്യ കാര്യങ്ങൾ കാണുന്നതിനോട് എനിക്ക് നിൽക്കുന്നില്ല. കറിവെക്കൽ കാണുന്ന പുള്ളി പറയും, ആയിക്കോട്ടെ. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കാണണമെങ്കിൽ ഈ പുറമെയുള്ള ദൃഷ്ടി ഒന്ന് അടയ്ക്കണം. അർത്ഥം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് 2 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ചാർജ് ഇല്ലെന്ന് എനിക്കറിയില്ല, പിന്നെ അറിയിച്ച് നമ്മളും ചെയ്യാറില്ല. ഞാനിതങ്ങ് പ്രാർത്ഥിക്കും. നല്ല അന്തരീക്ഷമാണ്. വചനം ധ്യാനി. ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വായിച്ച വാക്യമൊന്നും വീട്ടിൽ പോയിട്ട് വായിക്കാറ്, അതുപോലെ അങ്ങ് വായിച്ചു കൂട്ടി ഞാൻ ലേഖനങ്ങളൊക്കെ. സ്വത്രം. ആ വചനങ്ങളൊക്കെ വായിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ സന്തോഷമാണ്.
യെരമ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്റെ വചനം ഞാൻ ഭക്ഷിച്ച് എൻ്റെ ഹൃദയത്തിൽ അത് സന്തോഷവും അത് ആനന്ദവും അത് പ്രത്യാശയുമായി തീർന്നാ പറയുന്നത്. നിയോജനം വായിക്കാന്ന് പറഞ്ഞ ചുമ്മാ നിസ്സാര കാര്യമല്ല കേട്ടോ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പോ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ എഫേസിലെ വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 2, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. എഫേസിലെ വിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ പുറമെയുള്ള ദൃഷ്ടി പ്രകാശിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ ഒരു വിഷയം ഇതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവരും കൊടുക്കാം. എല്ലാവരും വേദഭാഗം എടുത്താട്ടെ. പത്രോസിന്റെ 2-ാം ലേഖനം എല്ലാവരും എടുത്താട്ടെ. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു പെട്ടെന്ന് ഉറച്ചു വായിക്കും. 1-5 മുതൽ. അത് നിമിത്തം തന്നെ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവർ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അടുത്ത 9-ാം വാക്യം. നമ്മുടെ വിഷയം അവിടെയാ വരുന്നത്. അവയില്ലാത്തവനോ കുരുടനാകുന്നു, അവൻ ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുത്. ഒരു വലിയ സബ്ജക്റ്റാണ്. ഒരു ദിവസം നമുക്ക് അടുത്തൊന്ന് പഠിക്കണം. ഇപ്പൊ ആ ഹ്രസ്വദൃഷ്ടി എന്നുള്ള 9-ാം വാക്യത്തിലെ ആ വിഷയം എടുക്കാനാണ് ഇത്രയും വായിപ്പിച്ചത്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. ഹ്രസ്വദൃഷ്ടിയുള്ളവരാരാ? ലോകത്ത് കിടക്കുന്ന മനുഷ്യരില്ല. എന്താ ഈ ഹ്രസ്വദൃഷ്ടി? ഷോർട്ട് സൈറ്റ്. അടുത്തുള്ളത് വീട്, പറമ്പ്, കാറ്, ലോറി, വിസ, ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ കാണുന്ന ദൃഷ്ടിയാണ് ഹ്രസ്വദൃഷ്ടി. ദൈവമക്കളെ, എത്ര മനോഹരമായ വചനത്തിന്റെ വെളിപ്പാടാണ് ഇന്ന് പലക്കാലം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഹ്രസ്വദൃഷ്ടിയുള്ളവരായി സ്വർഗത്തെക്കുറിച്ചോ സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ചോ യാതൊരു വെളിപ്പാടുമില്ലാതെ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഭൗതിക കാര്യങ്ങളിൽ അവരുടെ ഹ്രസ്വദൃഷ്ടി ഉടക്കി അതെല്ലാം പ്രാപിക്കാൻ കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ലോക മനുഷ്യരാണ് നമ്മുടെ ചുറ്റും കിടക്കുന്നത്. വിചിത്രമായൊരു കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഞെട്ടിപ്പോകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുമെന്ന് അവകാശപ്പെടുന്ന പാസ്റ്റർമാരും വിശ്വാസികളും നല്ലൊരു ശതമാനം ഈ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. എന്താ തെളിവ്? പക്ഷെ ഒരു തെളിവെന്ന് പറഞ്ഞു, 8 പോക്കറ്റ്. ഹല്ലേലൂയ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൊണ്ട് വിശ്വാസികളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ഹ്രസ്വദൃഷ്ടി. ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ വിശ്വാസികളെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഹ്രസ്വദൃഷ്ടിയുള്ള പാസ്റ്ററാണവൻ. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹത്തിന്റെ പുറകെ വിശ്വാസികളെ വലിച്ചടിച്ചുകൊണ്ട് പോയി അവരത് പ്രാപിച്ച് അവരുടെ ഭൗതികത്തിന്റെ നക്കാപ്പിച്ച തിന്നുന്നവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. ഈ വചനം കേട്ടവർ മടങ്ങി വരണം ദൈവസന്നിധിയിലേക്ക്. ഇന്നലെ ഞങ്ങളുടെ ചീഫ് ഞാനുമായിട്ടിരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതേപോലെ ഭാഷ ധൈര്യത്തോടെ പറഞ്ഞോളാം. കഴുത്തിൽ കത്തി വിടുവല്ലോ പറഞ്ഞു, പോകുമ്പോൾ അങ്ങോട്ട് പൊക്കോട്ടെ, നീ എന്നാ നോക്കാനാണ്? ഒരു കുഞ്ഞായി, ആ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ടിരിക്കുക. സന്തോഷം, വലിയ സന്തോഷം. വീട്ടിൽ കുടുംബിച്ച് ആ കൊച്ചുമായിട്ടൊക്കെ സല്ലവി. ഇനി എന്താ ബാക്കിയുള്ളത്?
ഹല്ലേലൂയ. ഈ ദൈവവചനം തുറന്നു പറഞ്ഞ്, ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. കർത്താവിന്റെ നാമത്തിൽ പ്രതി വാരിക്കോരി കൂട്ടുന്ന ഭക്തന്മാരെ, ഭക്തമതികളെ, നിങ്ങളിത് കേട്ടുകൊള്ളുക. നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാകരുത്. പൗലോസിന്റെ പ്രാർത്ഥനയിൽ എഫേസിലെ വിശ്വാസികളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഇനി അവനത്തിലേക്ക് വരാം. വായിച്ചോട്ടെ, എല്ലാവരും എടുത്തോട്ടെ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അവിടെ നിൽക്കട്ടെ. ഈ വിളിയാലുള്ള ആശ എന്താന്ന് പറയട്ടെ. ദൈവം നമ്മെ വിളിച്ചിറക്കിയതിന് ദൈവത്തിനൊരു ആശയുണ്ട്. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തെ ഒരു വ്യക്തി നടുമ്പോൾ, ഒരു വാഴ ഒരു മനുഷ്യൻ നടുമ്പോൾ, ഏതെങ്കിലും ഫലം കെട്ടത്തക്ക നിലയിൽ ഒരു വൃക്ഷത്തെയോ ഒരു തൈരിയോ ഒരു മനുഷ്യൻ ഭൂമിയിൽ നടുമ്പോൾ അവന്റെ പിന്നിലുള്ള ആശ എന്താണ്? ഇത്ര മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര നാള് കഴിയുമ്പോൾ, ഒരു തെങ്ങ് നടുമ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്കിതിൽ നിന്ന് തേങ്ങ കിട്ടും. ഒരു മാങ്ങാണ്ടി കുടിച്ചിടുമ്പോൾ ഇത്ര വർഷം കഴിയുമ്പോൾ ഒരു ബഡ് ചെയ്ത മാങ്ങ വാങ്ങിച്ചുകൊണ്ട് നടുക, എനിക്കതിൽ നിന്ന് മാങ്ങ ഭക്ഷിക്കാം. അതുപോലെ വീണ്ടെടുക്കത്ത ദൈവം, രക്ഷിച്ചെടുത്ത ദൈവം, ഈ എഫേസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു, ദത്തെടുത്തു, പേർ ചൊല്ലി വിളിച്ചു, സഭയിലാക്കി വെച്ചു. ദൈവത്തിനൊരാശയുണ്ട്. ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള ഒരു വ്യക്തിത്വമായി ആ വ്യക്തി തീരണം. അതിനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ മതിയാവൂ. അതിന് ഹൃദയദൃഷ്ടി പാടില്ല. ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ പാടില്ല എന്ന് പറഞ്ഞപ്പോ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് കളയാനല്ല ഞാൻ പറയുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നമുക്ക് ആവശ്യമുണ്ട്, ക്രിസ്തുദൃഷ്ടി നമുക്ക് ആവശ്യമുണ്ട്. കാലൊടിക്കാൻ കണ്ണ് വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കണ്ണിന്റെ കാഴ്ച വേണ്ടേ? അത് ഭൗതികത്തിലാകരുത്. അല്ലേ? ഭൗതികം വാരിക്കോരി കൂട്ടാനാകരുത് ആ ദൃഷ്ടി. ക്രിസ്തുദൃഷ്ടിയുള്ളവൻ ആ കാഴ്ചപ്പാടിന്റെ ഉള്ളിലുള്ളതാണ് പ്രാപിക്കുന്നത്. എന്നാൽ സ്തോത്രം, ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാലുള്ള ആശ, കർത്താവിന്റെ വിളിച്ചതിൽ എനിക്ക് എന്നെ കുറിച്ച് കർത്താവിനൊരു ആശയുണ്ട്. എന്താണ് ആശ? ഞാൻ ഫലമുള്ളൊരു വൃക്ഷമായി തീരണം. പൗലോസിന്റെ ഒരൊറ്റ പ്രയോഗം, ദൈവസഭയ്ക്ക് സബലന്മാരായി തീരണം. ദൈവസഭയ്ക്ക് സബലന്മാരായി തീരുക, ദൈവമക്കൾക്ക് ഫലമുള്ളവരായി തീരുക. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ പൗലോസിന്റെ പ്രാർത്ഥന എഫേസിലെ വിശ്വാസികളെ കുറിച്ച്. ഇന്നത്തെ സഭയിലെ വിശ്വാസികളെ കുറിച്ച് പാസ്റ്റർമാരുടെ പ്രാർത്ഥന എന്താ? ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ കിട്ടണമെന്നാണോ? അല്ലല്ലോ. ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നാണോ? അല്ലല്ലോ. പിന്നെ എന്തു വരി പ്രാർത്ഥിക്കുന്നേ? നാളൊരു പാസ്റ്റർ, എനിക്ക് പരിചയമുള്ളൊരു പാസ്റ്റർ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം നേരിട്ടാൽ ഒരു 3 ദിവസം കയറി ഇരുന്നേക്കണം. എന്തിനാ? അതുകൊണ്ടേ പോകാവുള്ളൂ. കാറാണെങ്കിലും വീടാണെങ്കിലും ആ വിട്ടതോടെ പ്രാർത്ഥിച്ചോളൂ. വലിയ ചങ്ങാതിയാ പറഞ്ഞാൽ അപ്പൊ കർത്താവ് ഇറക്കി തരും. ബ്രാൻഡും കളറും, പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അങ്ങനെ പറയണം, മാനുവൽ ആണെങ്കിൽ അങ്ങനെ പറയണം, വ്യത്യാസമാണെങ്കിൽ അങ്ങനെ പറയണം. ഏതാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അത് നമുക്ക് നൽകിത്തരും. ഇതെവിടുത്തെ പ്രാർത്ഥനയാ? ഇതെന്ത് പ്രാർത്ഥനയാ ദൈവമക്കളെ? പൗലോസിന്റെ പ്രാർത്ഥന ഒന്ന് ഒപ്പിയെടുക്കേ. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ, എൻ്റെ ദൈവം എന്നെ വിളിച്ചു, അതിന് ദൈവത്തിനൊരു ആശയുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. എന്നെ തെരഞ്ഞെടുത്തതിൽ, എന്നെ ദത്തെടുത്തതിൽ, എന്നെ പേർ ചൊല്ലി വിളിച്ചതിൽ, എന്നെ ദൈവം സ്തോത്രം വിളിച്ച് ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്നതിന് എന്നെക്കുറിച്ചൊരു ആശയമുണ്ട്. അതെന്താണ് ദൈവമേ? എന്നെക്കുറിച്ച് അങ്ങ് എന്ത് ആഗ്രഹിക്കുന്നു? എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു? ഞാൻ ഏതവസ്ഥയിലായി തീരണം? അങ്ങയുടെ വേലയിൽ ഞാൻ എങ്ങനെ പ്രയോജനപ്പെടണം? അങ്ങയുടെ സഭയാം ശരീരത്തിൻ്റെ ഒരു ഏത് അവയവമാണ് ഞാൻ? ആ അവയവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് ജ്ഞാനം തരണം, എനിക്ക് ബുദ്ധി തരണം, എനിക്ക് ശക്തി തരണം, എനിക്ക് അതിനുള്ള കൃപ തരണമെന്ന് ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വിളിയാലുള്ള ആശയം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുന്നവരായി തീരണം. അതിനെന്ത് ചെയ്യണം പാസ്റ്റർ? ഈ പ്രാർത്ഥന അവരെ പഠിപ്പിക്കണം. ലോകത്തുള്ള ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി തലയറിഞ്ഞ് പ്രാർത്ഥിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ
എൻ്റെ വിശ്വാസിക്ക് കിട്ടണം. കിട്ടിയിട്ട് അവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടണം. എന്നിട്ട് അവർ നിത്യതയിൽ കാണണം. ഈ ചിന്തയുള്ള എത്ര കർത്താവിൻ്റെ വേലക്കാർ നിശ്ചയമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകും. എനിക്ക് പാസ്റ്റർമാരോടാണ് പോര് കൂടുതൽ. പോരല്ല, ഇടപെടൽ വചനത്തിലൂടെ. കാരണം അവരാ ജനത്തെ തെറ്റിക്കുന്നത്. അവരാണ് ജനത്തെ ആത്മീയ അനുഗ്രഹത്തിലേക്കും അവരാണ് ജനത്തെ ഭൗതിക അനുഗ്രഹത്തിലേക്കും വലിച്ചടയ്ക്കുന്നത്. പൗലോസ് പഠിപ്പിച്ചതാ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹമാണ്. അതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ ലേഖനം പഠിച്ചു നോക്കിയപ്പോൾ എല്ലാ സഭകളിലും അവരുടെ വിശ്വാസികൾ ദൈവവചനം പഠിച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. പ്രവൃത്തി പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം വേണമെങ്കിൽ ഒന്ന് വായിക്കാം. നമ്മളെപ്പോഴും ധ്യാനിക്കുന്നൊരു വാക്യമാണത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് നടത്തപ്പെട്ട സഭയുടെ ആത്മീയ നിലവാരം ആ വാക്യത്തിൽ പറയുന്നുണ്ട്. 9-ന്റെ ഹല്ലേലൂയ സ്തോത്രം 31. അങ്ങനെ യഹൂദ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. തങ്കലിപിയിൽ എഴുതി ചേർക്കേണ്ട വചനം. ആദിമ അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ട സഭ. ഏത് സഭ? യഹൂദാ ദേശത്തുള്ള സഭ, ഗലീലാ ദേശത്തുള്ള സഭ, ശമര്യ ദേശത്തുള്ള സഭ. സഭയ്ക്കൊക്കെ സമാധാനമുണ്ടായി. ഇന്ന് സഭയ്ക്ക് സമാധാനമില്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന വ്യാജനായ വക്കീലിനെയും കൊണ്ട് കോടതി കയറി ഇറങ്ങിയ പാസ്റ്റർമാര്. പിന്നെങ്ങനെയാ സഭയ്ക്ക് സമാധാനമുള്ളത്? ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുഖ്യനായ ഒരു പാസ്റ്റർ പറഞ്ഞു, 28-27 കേസോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്, ഇനിയും ഒരു 7 കേസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ എത്രയുണ്ട്? 10-30 ചില്ലുവാനം കേസുമായിട്ട് നടക്കുകയാണ് പ്രസ്ഥാനങ്ങൾ. കോടതി കയറുന്നതും വഴക്കുണ്ടാക്കുന്നതും. ഒന്ന് കൊരിന്ത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിച്ചു, അത് അന്യായമാണ്. കോടതി കയറുന്നത്, കേസ് കൊടുക്കുന്നത് അന്യായമാണ്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം ചെയ്യുകയില്ലെന്ന് ദൈവസഭയുടെ ആദിമ അപ്പോസ്തലൻ ശക്തിയോടെ പറഞ്ഞു വെച്ചപ്പോൾ ഇവിടെ ഇതാ പാസ്റ്റർമാര് കോടതി കയറി ഇറങ്ങുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവവചനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, കോടതി കയറി ഇറങ്ങുന്ന ഒരെണ്ണം ദൈവരാജ്യത്തിന്റെ അവകാശിയാകത്തില്ല. പരസ്പരം പറഞ്ഞു തീർത്ത് ക്ഷമിച്ച് സഹിച്ച് വിശുദ്ധ ചുംബനം ചെയ്ത് ക്രിസ്ത്യ ജീവിതം നയിച്ചോ, അതാ നിങ്ങൾക്ക് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അടുത്ത വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം. അതെന്താണ്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം എന്താണ്? എന്താ ഈ മഹിമാദനം എന്ന് പറയുന്നത്? തേജസ്സിന്റെ ശരീരമാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. തേജസ്സിന്റെ ശരീരം, മഹിമാദനം. ഇന്ന് എൻ്റെ ശരീരത്തിൽ രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുകയാണെങ്കിൽ, ഞാൻ അങ്ങനെയൊക്കെയാ പറയുന്നത്, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് രൂപാന്തരം കിട്ടുന്നെങ്കിൽ മഹത്വീകരിക്കപ്പെട്ടൊരു ശരീരം, മഹിമയുള്ളൊരു ശരീരം എനിക്ക് കർത്താവ് തരും. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്ന്. രൂപാന്തര ശരീരം പ്രാപിച്ച് കർത്താവിനെ പോലെ ആയിത്തീരും. 1 യോഹന്നാൻ 3-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ എന്താ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3-ന്റെ 2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും.
യേശു ക്രിസ്തുവിനോട് സദൃശന്മാരാകും. മഹത്വീകരിക്കപ്പെട്ട ശരീരം നമുക്ക് കിട്ടും, രൂപാന്തര ശരീരം കിട്ടും, തേജസ്സിന്റെ ശരീരം കിട്ടും. ഹല്ലേലൂയ. നമ്മളിവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, തേജസ്സേറും, എന്താണ് പാട്ടിന്റെ? തേജസ്സേറും സ്വതന്ത്രം, തേജസ്സേറും ശരീരം നമുക്ക് കിട്ടും എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് കിട്ടുമോ? അത് എനിക്ക് പിണക്കൊന്നുമില്ല. ഈ അടക്ക വീട്ടിലെ പാസ് പ്രാർത്ഥിക്കുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ഈ സഹോദരൻ, ഈ സഹോദരി, ഈ മാതാവ്, ഈ പ്രിയപ്പെട്ട വ്യക്തി ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരത്തോടെ വരുമെന്ന് എല്ലാവരും പറയുന്നു. അത് വരുമെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. വന്നില്ലെങ്കിലോ സഹോദര, വന്നില്ലെങ്കിലോ പിന്നെ അവൻ്റെ അവസ്ഥ എന്ത്? ഈ കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്തയാണ്. ഉയർത്തെഴുന്നേറ്റ് വരുന്നില്ല കർത്താവിൻ്റെ വരവിൽ, അവൻ്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മാറ്റം വരുത്താമല്ലോ വെച്ചാൽ നമുക്ക്, അല്ലേ? ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് രൂപാന്തരം വരുത്താം. മാറ്റം ഉയർത്തെഴുന്നേറ്റ് വരാത്ത അവസ്ഥയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യണം? കൂടുതൽ ദൈവത്തോട് അടുക്കണം, വചനമനുസരിക്കണം, വിശുദ്ധി ജീവിക്കണം, പ്രമാണത്തിൽ നിൽക്കണം, ദൈവകൃപ പ്രാപിക്കണം, ആത്മഫലം വേണം, ആത്മവരം വേണം. അങ്ങനെ നമ്മുടെ തെറ്റുകളെ തിരുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇത് വരാതെ ഉയർത്തെഴുന്നേൽക്കാതെ പോയാൽ എന്താ സംഭവം എന്ന് പറഞ്ഞേ? നിത്യമായ നരകാഗ്നിയിലേക്ക് പോകാനിടയിൽ. ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. കോടാനുകോടി വർഷം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ മുഖം കണ്ട്, വെളിപ്പാട് പുസ്തകത്തിലാണ്, അവനെ ആരാധിക്കുന്ന നമുക്ക് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ എവിടെയായിരിക്കും? ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് ഒരു ബേഡനുണ്ടോ? മനസ്സിനൊരു ഭാരമുണ്ടോ? ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നില്ലെങ്കിൽ, എനിക്ക് രൂപാന്തര ശരീരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആരെങ്കിലും ചിന്തിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനായിട്ട് സ്തോത്രം ശ്രമങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു. സ്തോത്രാഴ്ചയും കൊടുത്ത്, ദശാംശവും കൊടുത്ത്, ഞായറാഴ്ച സഭായോഗം, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, ഇട മീറ്റിംഗ്, കോട്ടേജ് മീറ്റിംഗ്, കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥന, ഇതെല്ലാം ചെയ്ത് അവസാനം നിത്യമായ നരകാഗ്നിയിലേക്ക് പോകുന്നെങ്കിൽ എന്ത് പ്രയോജനം അതുകൊണ്ട്? ഒരു ദേവദാസൻ എന്നുള്ളതിൽ എനിക്ക് ചോദിക്കണ്ടേ? സ്വത്രം. ഹല്ലേലൂയ. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനമില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം എന്നെടുത്താട്ടെ. ഇതിനോടനുബന്ധിച്ചൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തരുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. തെസ്സലോനിക്ക ലേഖനം, രണ്ടാം ലേഖനം. ഹല്ലേലൂയ. രണ്ടാം ലേഖനം എടുത്തല്ലോ അല്ലേ? സ്തോത്രം. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 2:13 മുതൽ വായിച്ചോ. 2:13 മുതൽ, 2 തെസ്സലോനിക്കർ 2:13 മുതൽ ഞാൻ വായിക്കണോ? ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്, നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളെ ദത്തെടുത്തത്, നമ്മളെ വീണ്ടെടുത്തത്, നമ്മളെ പേർ ചൊല്ലി വിളിച്ചത് അവൻ്റെ മഹത്വം പ്രാപിപ്പാനാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ് നമ്മെ വിളിച്ചത്. എന്താണ് ആ മഹത്വം? പറ. മഹത്വീകരിക്കപ്പെട്ട ശരീരം, കഷ്ടതകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, അവസാനത്തൊരെണ്ണം ഇതാ, മരണമില്ലാത്ത. ഇപ്പൊ ഈ ശരീരം ഞാൻ മരിക്കുന്ന ശരീരത്തിലായിരിക്കുന്നേ. നമ്മളെല്ലാവരും മരണപ്പെടുന്ന ശരീരത്തിലായിരിക്കുന്നേ. കാഹളം തുരിച്ച് കർത്താവ് വന്ന് നമ്മൾ രൂപാന്തരം പ്രാപിച്ചാൽ പിന്നെ കിട്ടുന്ന ശരീരത്തിന് പേരെന്താണ്? മരണമില്ലാത്ത ശരീരം. ഈ മരണമില്ലാത്ത ശരീരം എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. അതിനെ ഗൗരവമായിട്ട് കണ്ട് പ്രസംഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 60 70 വയസ്സ് കഴിയുമ്പോൾ ഹൃദയസ്തംഭനമോ ഷുഗറോ പ്രഷറോ എന്തെങ്കിലും വന്ന് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് നമ്മൾ മരിച്ച് നമ്മളെ കൊണ്ട് കുടിച്ചിടും. സാരമില്ല.
പക്ഷേ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ഈ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശത്തിന്റെ സത്യങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താ? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എഫേസ്യ ലേഖനത്തിൽ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു, വീണ്ടെടുത്തു. എന്തിനാ നമ്മളെ വീണ്ടെടുത്തത്? അവന്റെ മഹത്വം പ്രാപിക്കുക. എന്താണ് മഹത്വം? മഹത്വീകരിക്കപ്പെട്ട ശരീരം, രൂപാന്തര ശരീരം. വെളിപ്പാട് 21 1 മുതൽ 5 വരെ വായിക്കാം. ഇവിടെയുള്ള അവസ്ഥ ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പക്ഷേ പ്രേരണ കിട്ടുന്നുണ്ട്, പിന്നെ ആ വാക്യം പറയാം. വെളിപ്പാട് 21 1 മുതൽ 5 വരെ പെട്ടെന്ന് വായിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ കാണാതെ പറയും. ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു. ദൈവമക്കളെ അവിടെ നിൽക്കട്ടെ. ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്തുകൊണ്ടാ സൗരം ഒഴിഞ്ഞു പോകുന്നത്? ഇത് പാപമലീനസമാണ്. ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ ഭൂമി പാപം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ ആകാശ മണ്ഡലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വേവ്സുകൾ പാപമലീനസമാണ്. ഒരു ദൈവവൈതലിന് യോജിച്ചതല്ലത്. ഈ ഭൂമിയിലെ ജീവിതം ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് യോജിച്ചതല്ല. പാപമലീനസമായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തന്റെ വചനത്തിൽ പറയുന്നത്, ആദാമിന്റെ പാപനിമിത്തം ഭൂമി എന്ത് ചെയ്തു? ഭൂമി എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടു. അപ്പൊ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റുന്ന അനുഭവം ഇവിടെ പറയുന്നത്. യോഹന്നാൻ, ഞാൻ പഴയ ആകാശം പഴയ ഭൂമി കണ്ടു. അടുത്തേ, സമുദ്രം ഇനിയില്ല, മീൻപിടുത്തമൊക്കെ തീർന്നതോടുകൂടി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള എന്റെ ദൈവമക്കളെ, നിങ്ങൾ ആ പുതിയ ആകാശം പുതിയ ഭൂമിയുടെ അവസ്ഥ നോക്കേ. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ പുതിയ നിയമസഭ അവിടെ ഇറങ്ങി വന്ന് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ വസിക്കാൻ പോവുക. 2 പത്രോസ് 3:13 നാം അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് അതാണോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കുന്ന ദൈവമക്കളെ, പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണോ? ഹല്ലേലൂയ. ആ പുതിയ ആകാശം പുതിയ ഭൂമിയുടെ അവസ്ഥയാ യോഹന്നാൻ ഇവിടെ വിവരിക്കുന്നത്. വായിച്ചാട്ടെ. കണ്ടു. കേട്ടത് അവിടെ നിൽക്കട്ടെ. ഇതാ മനുഷ്യരോടുകൂടെ. അപ്പൊ ആദാം അവയും പാപം ചെയ്തപ്പോൾ ദൈവം അങ്ങ് പോയല്ലോ. പിന്നെ യാഗങ്ങളിലൂടെ, പിന്നെ കുറെ വ്യവസ്ഥിതികൾ ദൈവം വെച്ചു. ആ വ്യവസ്ഥിതിയിലൂടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് വന്ന് നമ്മുടെ ആത്മാവിന്റെ രക്ഷ നൽകി തന്നു. ഈ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങണമെന്ന റോമാലേഖനം. അങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ അനുഭവം കിട്ടുന്നത്. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു. അങ്ങനെ ലഭിച്ചവർ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ചവന് എന്ത് കിട്ടണം? ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കിട്ടണം. ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് ഇവിടെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ച 1 യോഹന്നാൻ 3:2-3 ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശു കർത്താവിന് കിട്ടിയ രൂപാന്തര ശരീരം, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു രൂപാന്തര ശരീരം നമുക്ക് തരാൻ പോകുകയാണ് കർത്താവ്. കർത്താവിന്റെ വരവിൽ നമുക്ക് ആ ശരീരം കിട്ടും. അതിന് കഴിഞ്ഞ ശേഷം 7 വർഷത്തെ മഹോദരകാലം ഈ ഭൂമി നടക്കുമ്പോൾ ദൈവസഭ സ്വർഗത്തിലായിരിക്കും. 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ദൈവസഭ വരും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ ചുട്ടരിച്ച് നശിപ്പിച്ച് പഴയ ആകാശം പഴയ ഭൂമിയെ ഉന്മൂലനാശം ചെയ്ത് അഗ്നിക്കിരയാക്കി കഴിഞ്ഞിട്ട് ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ദൈവം തന്നെ ജനത്തിന് വേണ്ടി വരും. എത്ര അത്ഭുതകരമായ കാര്യം! എൻ്റെ ഹൃദയം അങ്ങ് പിടച്ച് വികസിക്കുക അത് കേൾക്കും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ
കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ദൈവവൈതലെ നീ എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ കഷ്ടതകളിലൂടി, നിന്റെ ബുദ്ധിമുട്ടുകളിലൂടി, നീ ഞെരുക്കത്തിലൂടി നീ ദൈവത്തെ സേവിച്ച് പ്രമാണത്തിൽ നിലനിന്ന് നീ മുന്നോട്ട് പോ. ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതി വെച്ചിരിക്കും. രക്ഷാപൂർത്തിയിലേക്ക് ദൈവം നമ്മളെ നടത്താൻ പോവുക. കാഹളം ധരിക്കാൻ പോവുക. കർത്താവ് വരാൻ പോവുക. ദൈവസഭ മാറ്റപ്പെടാൻ പോകുക. നമ്മുടെ പ്രത്യാശയായ കർത്താവ് വന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ പോവുക. സഹോദരങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറാൻ പോവുക. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറാൻ പോവുക. നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്ക് ഒരു തിരശീല വീഴാൻ പോവുക. പ്രത്യാശയോടെ കാത്തിരിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പക്ഷെ മഹത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളാം. അതാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. പ്രമാണം മുറുകെ പിടിച്ച് ജീവിച്ചാൽ കർത്താവിൻ്റെ മഹത്വം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഞാൻ കൺക്ലൂഷനിലേക്ക് വരിക. സമയം പോയി. വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാതനം ഇന്നതൊന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ 19-ാം വാക്യം വായിച്ചാൽ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഒരു അപേക്ഷ ഞാൻ ചെയ്യട്ടെ. എഫേസ്യ ലേഖനം 1:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ 3-4 ആവർത്തിച്ച് വായിച്ച് ഇതിലെഴുതിയിരിക്കുന്ന എഫേസ്യ സഭയോട് പ്രാപിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ, അതാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു എന്ന് പറയും. ലോകത്തിൻ്റെ ചപ്പും ചവറുമല്ല, ലോകത്തിൻ്റെ ഭൗതികമല്ല, ലോകത്തിൻ്റെ പുറകെ ഓടാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നതല്ല അപ്പോസ്തലന്മാർ ചെയ്തത്. ഇന്ന് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൗതികത്തിന്റെ പുറകെ വിശ്വാസികളെ ഓടിക്കുകയാണ്. അങ്ങനെ ഓടിച്ചിട്ട് വേണം അതിൻ്റെ ഒരു അംശം അവർക്കും ഭക്ഷിച്ച് സന്തോഷിക്കാൻ. അതല്ല ദൈവവചന വ്യവസ്ഥ. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല. അവർക്ക് ഒത്തുകൊണ്ടോ അവർ സ്വർഗീയമായ വചനം ഭക്ഷിച്ച്, അവർ സ്വർഗീയമായ വെളിപ്പാടുകൾ പ്രാപിച്ച് ജനത്തെ സ്വർഗീയമായ അവസ്ഥയിൽ നടത്തി. അവർ രക്തസാക്ഷികളായി ദൂരദേശത്ത് പോയി. ഇന്നുള്ള അപ്പോസ്തലന്മാരും ഇന്നുള്ള കർത്താവിൻ്റെ വേലക്കാരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സന്തോഷത്തോടെ പറയട്ടെ, ഒരു ചെറിയ ശതമാനം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നു. അങ്ങനെ ഒരുങ്ങുന്ന കൂട്ടത്തിൽ നമ്മളുമായി തീരുവാൻ ഇന്ന് തൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം കണ്ണുകളെടുക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥന ദയവായി ദൈവമക്കള് സ്തോത്രം എന്ന് ഏറ്റെടുത്ത് അത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. അല്പസമയം നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അല്പസമയം നമുക്ക് സ്തോത്രം, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹൂരാബാദലക, ഒരു ആരാധനയുടെ അന്തരീക്ഷത്തിലൂടെ നമുക്ക് ഈ പ്രാർത്ഥന നിർത്താം. ഹാലബദല ജീഡബദലക ദുരക ശരകദലകദലാദല ഹാലബദലു ബിഷന്ദുരാജനകദലാദല കൂടപരാദല വജനികദാ രക്ഷന്തര ദാനകദലകദലാദല. എത്ര മനോഹരമായ ഉപദേശത്തിന്റെ വെളിപ്പാടുകളാണ് സ്വർഗം നമുക്ക് തുറന്നു വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാം. നമ്മുടെ ഭൗതികമായ കണ്ണുകൾ അടച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വെടിയാറുടെ ആശ്രയം നിന്നും അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയുടെ വെളിപ്പാടാണ് കർത്താവ് തുറന്നു വെച്ചത്. ഹല്ലേലൂയ. ഈബരബദാലക ശന്തരാജന ഈബരബാദലക ശന്തരാജന കുദ്ര ഔഡബരാദല മൗഷാരികന്തരാജന ഈശ്വരതുല ഗുപ്തരാജന പദ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.